ഒരു കൊച്ചു സുന്ദര ഗ്രാമം. അവിടെ വീരൻ എന്ന ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. കുറെ വരയും കുതിരകളും വളർത്തു മൃഗങ്ങളുമുള്ള വീരന്റെ ഒരു കുഞ്ഞു കഥയിലേക്ക് പോകാം. നിങ്ങൾ നേരം ഇരുട്ടുന്നതിന് മുന്നേ ഇവിടെ വരണം. ശരി ആശാനേ. പിന്നെ പുൽമേടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. നിങ്ങൾ ഇവിടെ എത്തിയതും എന്നെ അറിയിക്കണം. ശരി ആശാനെ, ഞങ്ങൾ എത്തിക്കോളാം. ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് പോകില്ല ആശാനേ. 20 minutes later. ഹോ, ഈ ആശാനെ കൊണ്ട് തോറ്റു. അതെ, നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ല. അതെ, എല്ലാം ഈ ആശാൻ അറിയണം. നമുക്ക് ഈ ആശാനോട് പറയാതെ ആ പുൽമേടിന്റെ പടിഞ്ഞാറ് ഭാഗം വഴി കാട്ടിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടാലോ? കൊള്ളാം, നമുക്ക് രക്ഷപ്പെടണം. കൂടെ നമുക്ക് നമ്മുടെ കിളിക്കൂട്ടിനെയും കൂട്ടാം. അവരെയും കൂട്ടാം. നമുക്ക് കാട് മുഴുവൻ കാണാം. എന്തു പറയുന്നു? നല്ല രസമായിരിക്കും. അങ്ങനെ അവർ ആശാൻ അറിയാതെ കിളിക്കൂട്ടരെയും കൂട്ടി കാട്ടിലേക്ക് പോകുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരമായല്ലോ. അതെ, കുറെ ദൂരമുണ്ടായിരുന്നു. അങ്ങോട്ട് നോക്ക്, നല്ല രസമുണ്ട്. അങ്ങനെ അവർ കൗതുകത്തോടെ കാട്ടിലെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. എന്ത് രസമാണ് ഈ കാട് കാണാൻ. അവിടെ ഗുഹകൾ കാണുന്നല്ലോ. നമുക്ക് അവിടെ പോയി നോക്കാം. ശരി, വായോ, നമുക്ക് പോയി നോക്കാം. അവർ ഒരു അരുവിയുടെ അടുത്തെത്തുന്നു. ഇത് നോക്കൂ, നല്ല ശുദ്ധമായ വെള്ളം. നല്ല രസമുണ്ട് ഇത് ഒഴുകുന്നത് കാണാൻ. അതെ, നല്ല രസമുണ്ട്. ഇത്രയും കാലം ഈ ആശാന്റെ കൂടെ നിന്നത് അബദ്ധമായി. നമുക്ക് ഈ കാട്ടിലേക്ക് മുന്നേ തന്നെ വരാമായിരുന്നു. അത് ശരിയാണ്, നല്ല രസമുണ്ട് ഈ കാടും വെള്ളവും ഗുഹകളും ഒക്കെ. അങ്ങനെ അവർ കാടിന്റെ ഭംഗി കണ്ട് ഓരോ ഭാഗത്ത് പോകുകയും നേരം രാത്രിയാവുകയും ചെയ്യുന്നു. ഈ നിലാവ് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ശരിയാണ്, ഈ ആശാൻ കാരണം നമുക്ക് രാത്രിയിലെ നിലാവും കാറ്റും ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. അത് ശരിയാ, നമുക്ക് ഇവിടെ കൂടാം. ശരിയാണ്, തിന്നാൻ പുല്ലും കുറെ അരുവികളും ഒക്കെ ഈ കാട്ടിലുണ്ട്. പെട്ടെന്ന് അവർ എന്തോ ഒരു അസാധാരണമായ ശബ്ദം കേൾക്കുന്നു. കൂട്ടുകാരി, നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കേട്ടോ? അതെ, കേട്ടു. അയ്യോ, എന്താണാവോ അത്? വേഗം വാ, നമുക്ക് ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിക്കാം. ശരിയാ, അവിടെ ഗുഹയുണ്ടല്ലോ. വേഗം വായോ. അങ്ങനെ ഭയന്ന് വിറച്ച് അവർ ആ ഗുഹയുടെ അകത്ത് ചെല്ലുന്നു. അയ്യോ, വേഗം വായോ, ഇവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. നമുക്ക് പുറത്ത് പോകാം. അയ്യോ, കുറെ വവ്വാലുകളുമുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഇതൊരു പഴയ ഗുഹയാണ്. നമുക്ക് ഓടി രക്ഷപ്പെടാം. നമുക്ക് വേഗം നമ്മുടെ ആശാന്റെ അടുത്ത് തന്നെ പോകാം. എങ്കിൽ വേഗം വാ, നമുക്ക് ജീവനും കൊണ്ട് ഓടാം. അയ്യോ, അവിടെ നോക്ക്, ചെന്നായ ഓടിക്കോ ആശാനെ. ഹാവൂ, നിങ്ങൾ എത്തിയോ? സമാധാനം. എവിടെയായിരുന്നു? ഞങ്ങൾ കാട്ടിലായിരുന്നു ആശാനെ. ആശാനെ, മാപ്പാക്കണം. ഞങ്ങൾ ആശാനോട് പറയാതെ പോയതാ. അതെന്താ? ഞാൻ പറഞ്ഞതല്ലേ വൈകുന്നേരം വേഗം വരാൻ. ആശാൻ എപ്പോഴും ഞങ്ങളോടിങ്ങനെ കർശനമായി ഓരോന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മനസ്സ് മടുത്ത് എവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കിയതാ. മാപ്പാക്കണം ആശാനെ, ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യമില്ലാത്ത പോലെ തോന്നി. അതാ ഞങ്ങൾ പോയത്. എന്റെ മക്കളെ, വൈകുന്നേരമാകുമ്പോൾ വല്ല കാട്ടുമൃഗങ്ങളും വരും. അതാ നിങ്ങളോട് ഞാൻ വേഗം വരാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല ആശാനെ. ഞങ്ങൾ കാട്ടിൽ പോയപ്പോൾ അവിടെ ഏതൊക്കെയോ കാട്ടുമൃഗങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നു.
അയ്യോ, അതെ ആശാനെ, ഞങ്ങൾ ജീവനം കൊണ്ട് ഓടി വന്നതാണ്. ആ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുൽമേടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകണ്ട എന്ന് പറയാൻ കാരണം. എന്തായാലും കാട്ടുമൃഗങ്ങളുടെ കയ്യിൽ പെടാതിരുന്നല്ലോ, മഹാഭാഗ്യം. ഇനി ഞങ്ങൾ എങ്ങോട്ടും പോകില്ല ആശാനെ. ഞങ്ങൾക്ക് ഇവിടം തന്നെയാണ് സ്വർഗം.